ഞാനേ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാവേ. ഞാനും ടീംസിന് ഷൂട്ടിങ്ങിന് പറഞ്ഞിട്ട് ഇറങ്ങിയതാ. ഇതാ ഈ മനുഷ്യനെ ഈ മരത്തിന്റെ ചോട്ടിലിരുന്നിട്ടാ പണി. എന്നാന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. എന്താ പരിപാടി? അല്ല നീ ഇതിന്റെ ഇടയ്ക്ക് ഞാനില്ലാതെ വ്ലോഗ് ഞാനും പഠിക്കട്ടെ. എന്താ പരിപാടി? അതിന് എന്നെ കിട്ടുന്നില്ലല്ലോ. മുകളിലേക്ക് കണ്ടോടാ ക്യാമറ വെച്ചേക്കുന്നത്. ഇവിടെ വ്ലോഗ് എവിടെ വ്ലോഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കോ. അല്ല ഇതെന്ത് സംഭവം കിട്ടുന്നുണ്ടോ അപ്പൊ നമ്മള്? കിട്ടുന്നില്ല. ഈ വ്ലോഗ് ചെയ്യുകയാണെങ്കിൽ എല്ലാരും വെൽക്കം ചെയ്യും. അതെ വാ. ഓക്കെ പറയ്, നീ പറയ്. അതെ വലിയ കാര്യത്തിലാണ് ക്യാമറ എടുത്തൊക്കെ ഇവിടെ വലിയ സംഭവം കാണിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നമ്മുടെ ഫോണൊക്കെ എടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ജസ്റ്റ് സെൽഫി ഒക്കെ എടുക്കാനായിരിക്കും. ഇപ്പോഴല്ലേ മനസ്സിലായി വ്ലോഗ് ചെയ്യാനുള്ള. അതെ, എനിക്ക് ചാനലൊക്കെ തുടങ്ങുന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. അല്ല, ആ ഉൾവിളി കിടന്നാ വന്ന് ഈ വ്ലോഗ് ചെയ്യണമെന്ന്. അത് നീ പറ, വെൽക്കം ചെയ്യ്. ആ പറ, വ്ലോഗ് ചെയ്ത് പഠിക്കുന്ന ആൾക്കാരാണ്, പിന്നെ അതുകൂടെ പറയണം. ഹലോ ഹലോ. ഓക്കെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. അല്ല, എന്താണ് ഉദ്ദേശം? ഇതാണ് വ്ലോഗ് ചെയ്യുന്നതിന്റെ ഉള്ള ബുദ്ധിമുട്ട്. അല്ല, നീ എന്താണ് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്താ പരിപാടി? എന്തായാലും എല്ലാവർക്കും കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതോ, പണിക്കാരൊക്കെ അപ്പുറത്തോട്ട് വരുന്നുണ്ട്. അത് ഞാൻ ക്യാമറ പിടിക്കാം. എന്താ സംഭവം അറിയോ? നീ ഇപ്പുറത്തേക്ക് ഇരിക്കാം. ഇപ്പുറത്തേക്ക് ഇരിക്കും. വാ. അതായത് ഞങ്ങൾ എവിടെ പോണെങ്കിലും ഈ മറ്റേ നമ്മുടെ ബുദ്ധനൊക്കെ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നിട്ട് മറ്റേ എന്താ പറയുക ബോധോദയം വന്നെന്ന് പറഞ്ഞ സംഭവിച്ചു. അതേ ഒരു കൺസെപ്റ്റ് എനിക്ക് പെട്ടെന്ന് ഇവിടെ വന്നപ്പോഴത്തേന് ഞങ്ങൾ ശരിക്കും ഒരു ഷൂട്ടിന് വന്നപ്പോഴത്തേന് ഞങ്ങൾ ഈ റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേന് പെട്ടെന്നായിരിക്കും എന്തെങ്കിലുമൊക്കെ ഇവളുടെ വായിന്ന് അതൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരെ എത്തിയപ്പോഴത്തേന് എനിക്ക് പെട്ടെന്നൊരു സംഭവം സ്ട്രൈക്ക് ചെയ്തു. എന്താ അത് പെട്ടെന്ന് എഴുതി കുറിച്ച് വെക്കാം, കാരണം തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല. അത് എഴുതി വെക്കുമ്പോഴാണ് ഇവളിത് വന്നിട്ട് വ്ലോഗ് സംഭവം അത് എന്തായാലും ഒരു കണ്ടന്റായി സംഭവം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവള് ആള് ബുദ്ധിമതിയാണ്. അപ്പൊ ഈ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫേമസ് സ്ഥലമാണ് കേട്ടോ. നമ്മള് റീലിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അതെ, നമ്മുടെ കോളേജ് കാലഘട്ടം മുഴുവൻ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അതെ, അത് ഈ ഒരു സ്ഥലത്തിനെ പറ്റി ഞങ്ങൾ കോളേജിൽ ചിത്രീകരിക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴത്തേന് ഞങ്ങൾ ശരിക്കും കോളേജിൽ പോയിട്ട് നമുക്ക് ചെയ്യാനൊരു ആദ്യകാലം അല്ലേ തുറക്കും. അപ്പൊ നമുക്കൊരു കോളേജ് ആംബിയൻസ് വേണം. നോക്കുമ്പോൾ ഇവിടെ നല്ല നാച്ചും തൂടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ വീഡിയോ ഒക്കെ നല്ല റീച്ചായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഏരിയ ആണ്. അപ്പൊ ഞങ്ങൾ ഇന്നും ഷൂട്ടിന് വേണ്ടി വന്നേ. അപ്പൊ എനിക്ക് ഒരു ഐഡിയ കിട്ടി. എന്നാൽ പിന്നെ എഴുതി വെച്ചേക്കാന്ന് വെച്ചാൽ എന്റെ സകലമായ സാധനങ്ങളും ഞാൻ ഇങ്ങനെ ആയിരിക്കും അല്ലെ എഴുതി വെച്ചേക്കുന്നത്. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് കണ്ടന്റ് കിട്ടുന്നത്. അപ്പേക്ക് എഴുതി കുത്തി കുറിച്ച് വെക്കും കേട്ടോ. ആര്? അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അപ്പൊ ഞാനും പറഞ്ഞു കൊടുക്കും. അതായത് മെയിൻ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇങ്ങനെ വായിന്ന് ഇങ്ങനെ അറിയാതെ വീഴിയല്ലേ. അപ്പൊ അതായിരിക്കും ചിലപ്പോ സ്പോട്ടിൽ ഞങ്ങൾ തമ്മിൽ തന്നെ പറയുന്നതായിരിക്കും. അത് കണ്ടന്റ് ആക്കി കിട്ടുമ്പോഴേക്ക് ഇവളുടെ വായിന്ന് വീഴുന്ന എന്തെങ്കിലും അല്ലെങ്കിൽ മണ്ടത്തരങ്ങൾ പോലെ എന്തെങ്കിലും ചെറിയ സാധനമായിരിക്കും. അപ്പൊ ഞാൻ ഇത് കൊള്ളാലോ. ഞാൻ ചിലപ്പോ സീരിയസ് ആയിട്ടായിരിക്കും പറയുന്നത്. അത് വരെ കണ്ടന്റ് ആയി അത് ഇപ്പൊ സീരിയസ് അത് അതെ, നമ്മുടെ വീട്ടിലാണെങ്കിലും ഞങ്ങൾ യാത്രയിലാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് എന്തെങ്കിലും ഇവള് സീരിയസ് ആയിട്ട് എന്നോട് ദേഷ്യപ്പെടുമ്പോഴൊക്കെ ആയിരിക്കും ഇത് കണ്ടന്റ് ആക്കാലോ. അപ്പോഴത്തെ ഇവിടെ പറയും ദൈവമേ ഇതെനിക്ക് ഈ മനുഷ്യനോട് നേരെ ഒന്നും പറയാൻ പോലും പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് നിനക്ക്. അതാണ്. അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് ഷൂട്ടിന് വേണ്ടി വന്നോണ്ടിരിക്കുമ്പോഴത്തേന് എന്നാ പിന്നെ എഴുതി വെക്കാന്ന് വിചാരിച്ചിട്ട് കാണിച്ചു കൊടുത്ത് പിടിച്ച് ക്യാമറ പിടിച്ച് ഇവർക്ക് ക്യാമറ പിടിപ്പിക്കാനോ അങ്ങനെ പിടിച്ചോ. ഇതുണ്ടോ, ഇതെല്ലാം നമ്മൾ എഴുതി വെച്ചേക്കുന്നതാണ്. ഇതുണ്ടോ, ഈ ഒരു നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഒരു ഡയറി ഞാൻ തുടങ്ങിയതാണ്.
അപ്പം തൊട്ട് ഇപ്പം തീരാറായി കണ്ടില്ലേ, ഇത്രയും എഴുതിക്കൊണ്ടിരിക്കുക നമ്മൾ. ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, മെയിൻ ഞങ്ങളുടെ സ്റ്റോറിയാണ് കേട്ടോ, ഞങ്ങളുടെ സ്റ്റോറിയാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത്, കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ ലൈഫിൽ നടന്ന സംഭവങ്ങളൊക്കെയാണ്, പക്ഷെ അത് നമ്മളൊരു ചിത്രീകരിക്കുമ്പോഴത്തേന് 1 മിനിറ്റ് ആയിട്ട് ചിലവർക്ക് അവര് ജീവിതത്തിലേക്കും ഇത് എന്താണ് നീ പറയുന്നത്, അല്ല ജീവിതത്തിലേക്ക് റിലേറ്റബിൾ ആവും അല്ലേ. ആ റിലേറ്റബിൾ ഞാൻ പല റീലിലും ഇങ്ങനെ ചോദിച്ചതിനായിട്ട് കണ്ടുകൊണ്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. അതായത് ഇത് ഞങ്ങളുടെ ജീവിതം തന്നെയാന്ന് പറയുന്നവരുണ്ട്. അതെ അതെ, ഇതൊക്കെ ഒരു കാലം അങ്ങനെ കോളേജ് ലൈഫൊക്കെ ഇതാണല്ലോ. കോളേജ് ലൈഫെല്ലാം കാണിച്ചുകൊണ്ട് വീഡിയോ ഇട്ടപ്പോഴേക്കും അത് നമ്മുടെ ഞങ്ങൾക്ക് ഇത് തന്നെ അനുഭവം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഒക്കെ വന്നായിരുന്നു. അതെ 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 അതെ, നമ്മള് ചെയ്ത സംഭവങ്ങൾക്കെല്ലാം നല്ല റിലേറ്റഡ് ആണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങൾ നമ്മുടെ സ്റ്റോറി ആണെങ്കിൽ ഇത് 1 മിനിറ്റിൽ ഒതുക്കണ്ടേ, അതാണ് ഈ കുത്തിക്കുറിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ചെറിയ സമയം കിട്ടിയാൽ പോലും എനിക്ക് എന്തെങ്കിലും ഐഡിയ വരുവാണെങ്കിൽ അപ്പം ഞാൻ കുത്തിക്കുറിക്കും കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം വേസ്റ്റ് ആക്കുന്നതല്ല, വേസ്റ്റ് ആക്കാൻ പാടില്ല, അതാണ്. ഇപ്പം ഇവിടെ നിന്ന് ആലോചിച്ചിട്ട് നമ്മൾ പോന്നു, നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ഞാൻ അമ്മുക്കുട്ടിയോട് ചോദിക്കും അതില് വേറൊരു വിറ്റ് നീ പിടിക്കും. ഞാൻ അതെന്തോ അതായത് പണ്ടൊക്കെ ഞങ്ങൾ പ്രണയിക്കുന്ന കാലഘട്ടത്തിലെ ഇങ്ങോട്ട് വിളിക്കാൻ പറ്റി, പ്രണയിക്കുന്ന സമയത്തെ വാട്സപ്പിൽ മുത്തേ അമ്മുക്കുട്ടി അമ്മൂട്ടി എന്തിയേ, പിന്നെ അമ്മൂട്ടി സുഖമാണോ, അമ്മൂട്ടി ഫുഡ് കഴിച്ചോ, അമ്മൂട്ടി ഉറങ്ങിയോ, ലവ് യു, ഈ സാധനങ്ങളൊക്കെ വാട്സപ്പിൽ. കല്യാണം കഴിഞ്ഞതിന് ശേഷം ടീച്ചാ എവിടെ എത്തി, എങ്ങനെ എത്തി, അങ്ങനെയൊക്കെ ആയി. ഇപ്പൊ എന്താണെന്നറിയോ, മൊത്തം പച്ചക്കറിയുടെ ലിസ്റ്റും കണ്ടന്റിന്റെ ലിസ്റ്റും ഇതൊക്കെയാണ് വാട്സപ്പിൽ. പച്ചക്കറിയുടെ ഇവൾ അയക്കുന്നത് സാധനം മേടിക്കാൻ വേണ്ടി. എൻ്റെ സംഭവം എന്ന് വെച്ചിട്ട് ഞാൻ മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് ഇവളുടെ വാട്സപ്പിലേക്കാണ് സംഭവങ്ങൾ മുഴുവൻ ഞാൻ എഴുതിയിടുന്നത്. കണ്ടന്റ് വരുമ്പോഴും അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ടന്റ് എഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനത് വോയിസ് ഇട്ട് വാട്സപ്പ് എടുത്ത് നോക്കിയാൽ വോയിസ് ഇങ്ങനെ. ഇപ്പം ഇവള് ഉള്ള ചവറ് മുഴുവൻ എൻ്റെയിലേക്കാണോ ഇടുന്നത്. അപ്പോൾ ഇപ്പോൾ വാട്സപ്പിൽ മെയിൻ സംഭവം എൻ്റെ ഈ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ. ഇപ്പം ഞാൻ ട്രെയിനിലൊക്കെ പോകുമ്പോഴത്തേന് ചിലപ്പോൾ എനിക്കിത് എഴുതാൻ പറ്റില്ല, അപ്പോൾ ഇത് എഴുതിക്കൊണ്ടിരിക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ വാട്സപ്പിൽ ടൈപ്പ് ചെയ്യും അല്ലെങ്കിൽ വോയിസ് ഇടും. അപ്പോൾ ഈ വോയിസ് ഇടുന്നതൊക്കെ എങ്ങോട്ടാണ്, ഇവളുടെ ഇതിലേക്ക്. അപ്പോൾ ഇവളുടെ വാട്സപ്പ് ഇപ്പൊ എൻ്റെ അതാണ് ഇപ്പൊ ശരിക്കും ഞങ്ങളുടെ വാട്സപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ നോക്കിയാണെങ്കിൽ ഇവള് ടീച്ചാ ഇത് മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, പച്ചക്കറി മേടിക്കണം, പഞ്ചസാര മേടിക്കണം, അത് മേടിക്കണം, ഇത് മേടിക്കണം, അങ്ങനെ സാധനങ്ങൾ. ഇവിടെ വാട്സപ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ആയിരിക്കും മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ. അപ്പൊ ഇപ്പൊ ഒരു കണ്ടന്റ് ഫാമിലി, കണ്ടന്റ് കപ്പിൾസ് ആയി മാറിയിരിക്കുകയാണെന്ന് തോന്നിപ്പോകുന്നു അല്ലേ അമ്മൂട്ടി? അമ്മൂട്ടിക്ക് സന്തോഷമായോ വ്ളോഗ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേ? ഭയങ്കര സന്തോഷമായെന്ന് തോന്നുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഇവളെടുത്ത ഈ ഒരു കൺസെപ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എൻ്റെ ഡയറി നിൻ്റെ കയ്യിലേക്ക് സംഭാവന തന്നിരിക്കുകയാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ, അല്ല അമ്മൂട്ടി, യാത്രയിൽ നമ്മുടെ ഷൂട്ടിങ് സമയത്തും പെട്ടെന്ന് അല്ലെങ്കിൽ എവിടെ പോയാലും പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുമ്പോഴത്തേനും അങ്ങ് അങ്ങ് വെക്കും. എഴുതി വെച്ചിട്ട് അങ്ങ് സെറ്റാക്കുകയാണ് പതിവ്. അങ്ങനെ നമ്മൾ ഒരു ഹോട്ടലിൽ വെച്ച് എഴുതി വെച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഹോട്ടലിൽ ചായ കുടിക്കാൻ പോയപ്പോഴാണ്, അങ്ങനെ ഷൂട്ടിങ്ങിന് വരുമ്പോ തന്നെയാണെങ്കിലും ഐഡിയ എപ്പോഴാണോ വരുന്നത് അപ്പോൾ എഴുതി വെക്കുന്നത്. നമ്മൾ ഒരു സമയം വേസ്റ്റ് ചെയ്യില്ല, ഏത് സമയവും നമ്മൾ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക സമയം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സംഭവം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഷൂട്ടിംഗ് ലൈഫിൽ അല്ലെങ്കിൽ ഷൂട്ടിംഗ് യാത്രയിൽ ഉള്ള കാര്യങ്ങളുമൊക്കെ. പിന്നെ ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സംഭവം പ്ലാൻ ആക്കി വരുമ്പോഴത്തേന് അതിനെ എത്രയും നല്ല രീതിയിലാക്കുക, ആ 1 മിനിറ്റ് കൊണ്ട് സെറ്റാക്കുക. അത് ഇപ്പം ഇവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു ഐഡിയ കിട്ടത്തില്ല. അപ്പോൾ എവിടെ നിന്നാണോ വരുന്നത് അവിടെ നിന്ന് ആ സംഭവം സെറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശം വെച്ചിട്ട് ഞാൻ അവിടെ നിന്ന് എഴുതിയപ്പോഴത്തേന് ഇവിടെ എടുത്തതാണ് ഈ ഒരു വീഡിയോ. അപ്പം ഞങ്ങൾ അടുത്ത വ്ളോഗുമായിട്ട് നാളെ കാണാം പോലെ. അപ്പോൾ ബൈ.